ഇയ്യോബ് അദ്ധ്യായം 24. ദൈവത്തിൽ നിന്ന് നമ്മുടെ അനീതി മറഞ്ഞിരിക്കുന്നതും അവൻ്റെ ഭക്തന്മാർ അവരുടെ ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ചിലർ അതിരുകൾ മാറ്റി, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി, ചിലർ അനാഥരുടെ കഴുതയെ കൊണ്ടുപോയി കളഞ്ഞു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ അവശരെ വഴിതെറ്റിക്കുന്നു. ദേശത്തെ സാധുക്കൾ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഭക്ഷണം തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. അവരുടെ യുവത്വത്തിനായി അവർ ശേഖരിക്കുന്നു. അവർ വയലിൽ തൻ്റേതല്ലാത്തത് കൊയ്യുന്നു. ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചു കൂട്ടുന്നു. കുളിരിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു. മറവിടം ഇല്ലായ്കയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ അനാഥരെ അപഹരിക്കുന്നു, ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. പട്ടിണിക്കാരായി ഭക്ഷണം കഴിക്കുന്നു. വിരുന്നു ഭവനത്തിൽ പോലും അവർ വിശന്ന് കുനിഞ്ഞിരിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ മൃതന്മാർ ഞരങ്ങും, നിഹതന്മാരുടെ പ്രാണൻ നിലവിളിക്കും. ദൈവം അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അവർ പ്രകാശവിധാനങ്ങളിലായിരുന്നു, അവൻ്റെ വഴികളെ അറിഞ്ഞില്ല, അവൻ്റെ പാതകളിൽ നടന്നുമില്ല. കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു, ദരിദ്രനെയും അനാഥനെയും കൊല്ലുന്നു. രാത്രിയിൽ മോഷ്ടാവായും നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ചു നടന്നു, ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീടു തുറന്നു കയറി മോഷ്ടിക്കുന്നു. പകൽ അവർ വെളിച്ചം കാണാതെ വാതിൽ അടച്ചു പാർക്കുന്നു. അതിനാൽ അവർ മരണനിഴൽ അന്വേഷിച്ചു കണ്ടെത്തി. മരണനിഴൽ അവരെ ഭയചകിതരാക്കി. വെള്ളത്താൽ അവർ വേഗത്തിൽ പോയി പോകുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല. ഹിമജലം വരൾച്ചയെയും ചൂടിനെയും എന്നതുപോലെ പാപം ചെയ്ത അവൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നുകളയും, കൃമി അവനെ തിന്നു രസിക്കും. അവൻ മരിച്ചാൽ അവൻ ഓർക്കപ്പെടുന്നില്ല. അനീതി ചെയ്യുന്നവൻ ഒരു തടി പോലെ തകർന്നു പോകും. ദുർഭഗയായ വന്ധ്യയ്ക്ക് പ്രസവമില്ല. അവർ വിധവയ്ക്ക് നന്മ ചെയ്യുന്നില്ല. ശക്തന്റെ സമ്പാദ്യം അവൻ്റെ ശക്തിയാൽ നിലനിൽക്കുന്നു. കാഴ്ചയെ അവൻ വിശ്വസിക്കുകയില്ല. അവൻ സമാധാനത്തോടെ വസിക്കും, അവൻ അതിൽ ആശ്രയിക്കുമെങ്കിലും അവൻ്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട്. അവർ ഉയർന്നിരിക്കുന്നു, കുറെ കഴിഞ്ഞോ അവർ ഇല്ല. മത്സരികളെല്ലാം താഴ്ത്തപ്പെടും, അവർ നശിക്കും. കതിരുകളുടെ തല പോലെ അവരെ അരിഞ്ഞെടുക്കും. ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് ഖണ്ഡിക്കുകയും ചെയ്യുന്നവൻ ആര്? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.